ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ബിസിനസ്സിലെ നമുക്ക് ക്രെഡിറ്റ് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് കറക്റ്റ് സമയത്ത് കിട്ടാതിരിക്കുമ്പോൾ നമ്മളത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കച്ചവടം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ട്, സെയിൽ കൂട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു ഒരു ക്രെഡിറ്റ് ഒരുപാട് കൊടുക്കുന്ന രീതിയിൽ ഒരുപാട് നമ്മൾ ചിലപ്പം ഒരു ക്രെഡിറ്റ് നിൽക്കുന്നുണ്ടാവും, ഒരു ബില്ല് നിൽക്കുന്നുണ്ടാവും. പക്ഷേ പിന്നെ നമ്മൾ അടുത്ത ബില്ല് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു രീതി അത് തീരെ ശരിയല്ല. നമ്മൾ എപ്പോഴും ബിൽ ടു ബില്ല് എന്ന് പറഞ്ഞാൽ കൃത്യമായി ഈ ഈ ഇപ്പം നിലവിൽ നിൽക്കുന്ന ഒരു ബില്ല് മേടിച്ചിട്ട് വേണം അടുത്ത ബില്ല് കൊടുക്കാനായിട്ട്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ ചില സമയത്ത് ഒരു 5,000 ഒരു കസ്റ്റമർ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് ഉള്ളത് നിലനിർത്തിയിട്ട് ഇപ്പോൾ കൊടുക്കുന്നൊരു ഒരു 1000 രൂപയുടെ പർച്ചേസാണുള്ളതെങ്കിൽ അത് ആ 1000 രൂപ മേടിക്കുന്ന രീതി ഉണ്ടാവരുത്. നമ്മൾ 5000 രൂപ തന്നെ മേടിക്കണം. അല്ലാതെ നമ്മൾ തിരിച്ച് ഓപ്പോസിറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇപ്പോൾ ഒരു 1000 രൂപയുടെ മുന്നൊരു 5000 രൂപയുടെ സെയിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, 1000 രൂപയുടെ ക്രെഡിറ്റാണ് ഉള്ളത്. അപ്പോൾ ആ 1000 രൂപ മേടിക്കുക. എപ്പോഴും അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. ബിൽ ടു ബില്ലായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. കസ്റ്റമർക്ക് കൃത്യമായിട്ട് പറയുക. ഇല്ലെങ്കിൽ നാളെ അത് വലിയൊരു പ്രശ്നത്തിലായിട്ട് പോയി അവസാനിക്കും. കാരണം വെച്ചാൽ ഈ ക്രെഡിറ്റ് ഒരു എമൗണ്ട് അവിടെ തന്നെ നിൽക്കുമ്പോൾ ആ എമൗണ്ട് ഒരു പക്ഷേ അവർ മറക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പം അത് അതിനെക്കുറിച്ചൊരു ഓർമ്മയില്ലാത്ത ഒരവസ്ഥക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരായിട്ടുള്ള നല്ലൊരു ബന്ധം, നല്ലൊരു റിലേഷൻ പോയി കിട്ടും. അപ്പോൾ ബിസിനസ്സിനെ അത് ബാധിക്കും, ആ പേയ്മെൻറ്റിനെ ബാധിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക. ബിൽ ടു ബില്ലാണെങ്കിൽ കൃത്യമായിട്ട് ബിൽ ടു ബിൽ തന്നെ ചെയ്യുക. പിന്നെ പരമാവധി ക്രെഡിറ്റ് കൊടുക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ബിസിനസ് നിലനിർത്താനായിട്ട്. താങ്ക് യു.